ബ്രാഹ്മണരും അതേ സന്തോഷത്തോടു കൂടിയവരായി തീർന്ന് അർജുനന്റെ കൂടെ പുറപ്പെട്ടു പോകുന്നത് മാത്രമല്ല അങ്ങനെ ആ വലിയ വില്ലിന്റെ അടുത്തെത്തി. എന്താ അർജുനൻ ചെയ്തത്? ബാക്കിയുള്ള എല്ലാവരും ചെയ്യണ പോലെ ഓടി വന്നാൽ വില്ലൻ എടുക്കുക, അങ്ങനെയല്ല ചെയ്തത്. അർജുനൻ എന്ത് ചെയ്തു? പ്രദക്ഷണീ പ്രണമ്യ മോദണ്ഡമാദായ സംയസാരി പഞ്ചകവാരവേനം ആരോപയാമാസ ശരീരം പ്രദക്ഷണീകൃത്യ ആ വലുതായിട്ടുള്ള ഇതിനെ പ്രദക്ഷിണം വയ്ക്കുകയാണല്ലോ ഉണ്ടായത്. അത് യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യണ പ്രവൃത്തിയാ. ഇതങ്ങോട്ട് കണ്ടപ്പോ ബ്രാഹ്മണനും സന്തോഷമായി. കാരണം ഇതുവരെ മറ്റാരും ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ ആ സുന്ദരൻ ചെയ്യുന്നത്. ആ സുന്ദരൻ വലുതായിട്ടുള്ള വിദ്യയെ പ്രദക്ഷിണം വയ്ക്കുന്നു, നമുക്കും പ്രദക്ഷിണം വയ്ക്കാം എന്നുള്ളത് പറഞ്ഞ് ബ്രാഹ്മണനും ആ വലുതായിട്ടുള്ള വിദ്യയെ പ്രദക്ഷിണം ചെയ്തു. അങ്ങനെ 3 പ്രദക്ഷിണം പൂർത്തിയാക്കിയപ്പോ പിന്നെ എന്താ അർജുനൻ ചെയ്തതല്ലേ? തഥാ പ്രണമ്യ, പിന്നെ പ്രണമിക്കുക ഉണ്ടായത്. ചിലർ നമസ്കരിക്കുക, അതെന്താ വെച്ചാണോ നമസ്കരിക്കുക. നമസ്കരിക്കുക എന്ന് വെച്ചാൽ വീടാണെങ്കിൽ കൂടി മരുന്നിട്ടേ കിട്ടും. അതൊന്നും കൂടെ നമസ്കാരം ബഹുമാനിക്കുക. അതുണ്ടോ? തന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ഒരാള്, യോഗ്യത ഒരു വസ്തുക്കളെയൊക്കെ കണ്ടാൽ യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ബഹുമാനിക്കും. അതാ. അപ്പോൾ വലിയ രാജാക്കന്മാർ മുഴുവൻ പരാജയപ്പെട്ടില്ല. അപ്പോ അങ്ങനെയുള്ള വലിയ സുന്ദരൻ നമസ്കരിക്കുന്നു, നമുക്കും നമസ്കരിക്കാം, നമുക്കും നമസ്കരിക്കാം എന്നുള്ളത് പറഞ്ഞ് ആ ബ്രാഹ്മണര് വലിയെ നമസ്കരിക്കാൻ വേണ്ടി മന്ത്രനിഷേധോ വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രനിഷേധോ മന്ത്രമൊന്നുമില്ലേ? കൊപ്പട്ടു തന്നെ ഉള്ളൂ. വില്ലിനെ നമസ്കരിക്കേണ്ടി വരുന്നത് ഞാൻ ഇതുവരെ കണക്കാക്കിയിരിക്കണോ? അപ്പോ ആദ്യമായിട്ടല്ലേ വില്ലിനെ നമസ്കരിക്കാൻ മന്ത്രമൊക്കെ ഉണ്ടോ? മന്ത്രം ചെയ്യാതെ നമസ്കരിച്ചാൽ എങ്ങനെ? മന്ത്രം വേണ്ട, ഇത് മന്ത്രം വേണ്ടപ്പോ മന്ത്രം ഇല്ലെങ്കിൽ പിന്നെ ആരാപ്പോ മന്ത്രം അറിയില്ലെങ്കിൽ മന്ത്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആരാണുള്ളത്? ആ യോഗ്യന്മാരായ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ വിദ്വാൻ പുറത്തെ വീട്ടിൽ ഞാനൊരു മന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ തന്നെ മന്ത്രം കേൾക്കണേ. എന്താ അംഗവിധായിനെ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാർക്ക് അംഗഭംഗം വരുത്തിയിട്ടുള്ള നമസ്കാരം ഇത്രയുള്ളൂ. പഠിക്കാൻ പറ്റിയ ചെറിയ വല്ല മന്ത്രം ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചപ്പോ ഒരു വിദ്വാൻ ഇവർക്ക് വേണ്ടിട്ട് ചെറിയൊരു മന്ത്രം കേട്ടോ. ചെയ്ത് പഠിച്ചാൽ എല്ലാവരും പോവാ. നേരെ കുറേക്കുന്നത് അതാ വേഗം വിചാരിച്ചത്. വേഗം ചെറിയൊരു മന്ത്രം ഉപദേശിക്കാം. ഈ മന്ത്രം കേട്ടോ. എന്താണ് വേറൊന്നല്ല, ജരാസന്ധന്റെ പല്ല് കളഞ്ഞ അപ്പൊ ഈ മന്ത്രം